അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിൽ പല ഉപദേശങ്ങളും ഉപമകളും ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും അനുഭവങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഗുണപാഠങ്ങളെ മനസ്സിലാക്കി തരുന്നത് ഖുർആനിന്റെ സന്ദേശങ്ങളും ഉപദേശങ്ങളും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ച് പുലർത്തിയ ഒരു സമൂഹമായിരുന്നു അന്നത്തെ അറബികൾ. അവരിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഖുർആൻ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും തന്റെ 23 കൊല്ലം കൊണ്ട് ഒരു ഉത്തമ സമുദായത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കഅബയുടെ അടുക്കൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഉണ്ടായിരുന്നു. സൂറത്തു നജ്മ് ആയിരുന്നു പാരായണം ചെയ്തിരുന്നത്. സുജൂദിന്റെ സ്ഥാനത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തു. വിശ്വാസികളും അവിശ്വാസികളും എല്ലാം സുജൂദ് ചെയ്തു. ഇത് ഖുർആനിന്റെ ഒരു സവിശേഷതയാണ്. ഹജ്ജത്തുൽ വിദായിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രൗഢഗംഭീരമായ പ്രസംഗത്തിൽ ഇതിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് സംസാരിച്ചു. ആ ഖുർആൻ സംസാരിക്കുന്നത് ജനമനസ്സുകളോടാണ്. അതുകൊണ്ടാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് പരിവർത്തനം ഉണ്ടാവൂ എന്നത്. ആ ഖുർആൻ തന്നെയാണ് നമ്മുടെ കൈകളിലുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് പരിവർത്തനമാണുള്ളത്? ഈ ചോദ്യം തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായമായ സൂറത്തു ഖമറിലെ 17, 22, 32, 40 എന്നീ ആയത്തുകളിലൂടെ ആവർത്തിച്ച് മനുഷ്യരോടായി ചോദിക്കുന്നത്. വലഖദ് യസ്സർനാ ഖുർആന ലദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഓർമ്മിക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. എന്നാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി ആരുണ്ട് എന്നതാണ് ചോദ്യം. നിങ്ങൾ തയ്യാറാണോ എന്ന് നമ്മോടാണ് ചോദിക്കുന്നത്. ഉണ്ട്, ഞാനുണ്ട് എന്ന് മറുപടി പറയാൻ എത്ര പേർക്ക് സാധിക്കും? അതിന് താല്പര്യമുള്ളവർ സത്യാന്വേഷണത്തോടെയും ഉറ്റാലോചിക്കുന്നവർക്കും അത് പഠിക്കാൻ സാധിക്കും. അതിന് താല്പര്യമുള്ളവർ ആരുണ്ട് എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ആദ് സമുദായത്തിന്റെ വതനം ഒരു ശക്തമായ കാറ്റ് മുഖേനയാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തിലേക്ക് അയച്ച പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാം, അള്ളാഹു അവരിലേക്ക് ഒരു ഒട്ടകത്തെ നിയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ ഉപദ്രവിക്കരുത്, അഥവാ ഉപദ്രവിച്ചാൽ അത് നിങ്ങൾക്ക് നാശത്തിലേക്കാണെന്നും പറഞ്ഞു. എന്നാൽ അവർ ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. താമസിയാതെ ഒരൊറ്റ ഘോര ശബ്ദം, അതാ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന മലക്കുകളായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. അവർ വന്നത് മനുഷ്യരൂപത്തിലായിരുന്നു. അതുപോലെ തന്നെ ഫിർഔനിന്റെ ആളുകൾക്കും താക്കീതുകൾ വരികയുണ്ടായി. റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച ആളായിരുന്നു ഫിർഔൻ. അതുകൊണ്ടാണ് ഫിർഔനിന്റെ അടുത്തേക്ക് അള്ളാഹു മൂസ നബിയെ തൗഹീദ് പറയുവാൻ അയച്ചത്. ധിക്കാരിയായ ഭരണാധികാരി അവസാനം എന്തായി? അള്ളാഹു ചെങ്കടലിലേക്ക് ഫിർഔനെയും അവന്റെ അനുയായികളെയും കൊന്നുകളഞ്ഞു. എന്നാൽ മൂസ നബിയെ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. അതാണ് ഖുർആൻ നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്നത്, വലഖദ് യസ്സർനാ ഖുർആന ലദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന്. സമകാലിക ചുറ്റുപാടിൽ ഈ ചോദ്യം പ്രസക്തമാണ്. ഖുർആൻ പഠിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും മുന്നോട്ട് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.